ഗോൾഡൻ ടെമ്പിൾ പോയപ്പം ഇന്നായിരിക്കും ലാസ്റ്റ് ഡേറ്റ് എന്ന് വിചാരിച്ചു. ബോംബ് ബ്ലാസ്റ്റ് ടൈമിൽ ഞാൻ വിചാരിച്ചു ടുഡേ ഈസ് മൈ എൻഡ് ഡേ. ഇന്നും അത് തന്നെ വിചാരിച്ച് ടെററിസ്റ്റ് കയ്യിൽ പെട്ടുപോയി. ദേ വിൽ ഷൂട്ട് മീ. അഴകപ്പനെ മലയാളികൾ അറിയുന്നത് ഛായാഗ്രാഹകനായാണ്. എന്നാൽ യുദ്ധഭൂമിയിലും തീവ്രവാദ വിരുദ്ധ പോരാട്ട വേദിയിലും കടന്നു ചെന്ന് ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമ പ്രവർത്തകനാണ് അഴകപ്പൻ. ഹെലികോപ്റ്റർ പോയി ഗോൾഡൻ ടെമ്പിൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നിന്ന് റോക്കറ്റ് ലോഞ്ചർ പോലെ കുറേ സാധനങ്ങൾ മേളിൽ ഹെലികോപ്റ്റർ നോക്കി വരാൻ തുടങ്ങി. പെട്ടെന്ന് ഹെലികോപ്റ്റർ മറ്റേ സൈഡിലേക്ക് തിരിച്ചപ്പോൾ ഞാൻ ക്യാമറ അടക്കം ഹെലികോപ്റ്ററിൻ്റെ ഉള്ളിൽ തന്നെ വീണു. അഗ്നിസാക്ഷി, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, സൂത്രധാരൻ, നന്ദനം, കാഴ്ച, ചാന്തുപൊട്ട്, രസതന്ത്രം തുടങ്ങി നിരവധി സിനിമകൾക്ക് വേണ്ടി ക്യാമറ ചലിപ്പിച്ചയാൾ. കിണറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ജയതി ചേട്ടൻ പൊന്തി വരുന്നു. ജയരാജ് ഉടനെ കട്ട് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിൻ്റെ വായിലിരുന്ന് കംപ്ലീറ്റ് മീനുകൾ ചാടുന്നു. അഴകപ്പൻ തൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ്. ലോയേട്ടൻ തലകുനിഞ്ഞ് അവിടെ നിൽക്കുകയാണ്. അപ്പം ഞാൻ അടുത്ത് പോയി, ലോയേട്ടാ അഴകപ്പൻ തിരിഞ്ഞിട്ട് ഒറ്റ കെട്ടിപ്പിടുത്തം. ശരിക്ക് പുള്ളിക്കറിയായിരുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഐ എം സോറി, എനിക്കൊരു അബദ്ധം പറ്റി. ഇന്ത്യൻ ദൃശ്യമാധ്യമമായി ദൂരദർശൻ മാത്രമുണ്ടായിരുന്ന കാലത്തെ ക്യാമറാമാൻ്റെ ദൗത്യങ്ങൾ. ഈ കണ്ണിനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വലിയ തൽവാറായിട്ട് നേരെ എൻ്റെ മുന്നിൽ കുത്താൻ വേണ്ടി വരുന്നു. എൻ്റെ കാലിൻ്റെ ബോട്ടം വെച്ചിട്ട് ഒരു അടി കൊടുത്തപ്പം ആ സർദാജി തെന്നി വീണു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ പോലുള്ള സംഭവങ്ങളുടെ ചിത്രീകരണം. ഞങ്ങൾ അകത്തേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് 4 പേര് ടെററിസ്റ്റ് ഉള്ളിലിരുന്ന് ബോലിയോ സസരിയക്കാൽ എന്ന് പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്തിട്ട് ഫയറും ചെയ്തിട്ട് ഓടി വരുന്നു. നമ്മുടെ ആർമിയിലിരുന്ന് എല്ലാവരും ആരൊക്കെ തോക്ക് വെച്ചിരുന്നു അവരെല്ലാവരും അവിടെ വെടിവെക്കാൻ തുടങ്ങി. സിനിമകൾക്ക് പിന്നിലെ അറിയാ കഥകൾ. ക്യാമറ ആംഗിൾസ് ഒക്കെ എങ്ങനെ ചൂസ് ചെയ്യണം എല്ലാം കൺഫ്യൂഷനായിരുന്നു. ബ്ലൈൻഡായിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് മണിയെ പോയി കണ്ടു. മണി 1 മണിക്കൂർ. ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. പുള്ളി 1 അവർ എൻ്റെ മുമ്പിൽ ഇങ്ങനെ നടക്കുക. എനിക്ക് പേടിയാകാൻ തുടങ്ങി എന്തെങ്കിലും സംഭവിച്ചു പോകുമെന്ന്. 1/2 നൂറ്റാണ്ടിലേറെയായി ടെലിവിഷൻ സിനിമാ രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായ അഴകപ്പൻ ജീവിതം വിവരിക്കുന്നു. എനിക്ക് എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഇൻസിഡൻസ് ഉണ്ടായത്, ഞാൻ പഞ്ചാബിൽ ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്തപ്പോൾ പഞ്ചാബ് ദൂരദർശനിലായിരുന്നു ക്യാമറമാനായിട്ട് വർക്ക് ചെയ്തത്. അതിലെ ഏറ്റവും വലിയ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനാണ്. ഈ ജൂൺ മാസമാണ് അത് തുടങ്ങി. ജൂൺ 1 മുതൽ ജൂൺ 10 വരെ ഈ ഓപ്പറേഷൻ നീണ്ടിരുന്നു. മെയ് 30 ഞങ്ങളെല്ലാവരും ആ പുൽത്തകടിയിലെ ക്യാമറമാൻ, സൗണ്ട് റെക്കോർഡേഴ്സ് എല്ലാവരും ആ സൺലൈറ്റ് കൊള്ളാൻ വേണ്ടി ഈവനിങ് അങ്ങനെ കിടക്കുമ്പോഴാണ് കുറേ സൗണ്ട് കേട്ട്, ഹെവി സൗണ്ട് കേൾക്കുമ്പോൾ ഞങ്ങൾ ആ കിടന്നുകൊണ്ട് തന്നെ തിരിഞ്ഞ് നോക്കുമ്പോൾ കുറേ ആർമി വെഹിക്കിൾ പോയിക്കൊണ്ടിരിക്കുക 30th ഈവനിങ്. അപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ്, പ്രാക്ടീസ് ആയിരിക്കും അല്ലെങ്കിൽ അവർ ട്രെയിനിങ് ആയിരിക്കും, അങ്ങനെ മാത്രമേ വിചാരിച്ചു. പിന്നെ ഒരു 6-6:30 മണിയാകുമ്പോൾ കൂടുതൽ വെഹിക്കിൾ ഇങ്ങനെ കണ്ടിന്യൂസായി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ സിനിമയിൽ അങ്ങനെ കാണുന്ന പോലെ ഒരു കോൺവോയ് പോലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ സംശയമുണ്ട്, എന്താ പറ്റിയത്, ബോർഡറിൽ എന്താ ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ടുണ്ടായി. കാരണം ബോർഡറിൽ എപ്പോഴും ഞങ്ങൾ ക്യാമറമാനായിട്ട് പോകുമ്പോൾ ഒരു പേടിയും ഉണ്ട്, ഒരു ത്രില്ലും ഉണ്ട്. പക്ഷേ ഉടനെ ഓഫീസിൽ വന്നു. അവിടെയാണ് PTI മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത്, ആർമി തയ്യാറെടുപ്പ് ആകുന്നു, ഗോൾഡൻ ടെമ്പിൾ ഓപ്പറേഷൻ, അവിടെ ടെററിസ്റ്റ് അറ്റാക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു, അത് ഒരു പുതിയ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് പേരിട്ടിരിക്കുകയാണ്. അങ്ങനെ 31st ആകുമ്പോൾ കർഫ്യൂ, പഞ്ചാബ് മൊത്തം കർഫ്യൂ ആയി, ആർക്കും വെളിയിൽ പോകാൻ പറ്റില്ല. അപ്പം ദൂരദർശൻ ഡയറക്ടർ ഷെയ്ഖ് അബ്ദുള്ള സാറുടെ മരുമകനോ റിലേറ്റീവ് ആയിരുന്നു. അദ്ദേഹം വിളിക്കുന്നു, ആർക്കാണ് ധൈര്യമുണ്ട്, നമുക്കൊരു ചാലഞ്ചിങ് ഡ്യൂട്ടിയാണ്, അത് ആര് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 10 ക്യാമറമാൻ ഉണ്ടെങ്കിലും എല്ലാവരും റിഫ്യൂസ് ചെയ്ത്. അതിൽ ഞാനും ചന്ദ്രശേഖരും മുന്നിൽ വന്നു. എന്നിട്ട് ഞങ്ങൾ ഓക്കെ, ഞങ്ങൾ 2 പേർ റെഡിയാനായി. അപ്പോൾ ഒരു സൗണ്ട് റെക്കോർഡീസ്, 11 സൗണ്ട് റെക്കോർഡീസ് വന്ന്. അങ്ങനെ 3 സൗത്ത് ഇന്ത്യൻസ് ആയിരുന്നു, 3 പേരും റെഡിയായി. അപ്പോൾ ഡൽഹിക്കാർ എല്ലാവരും റിഫ്യൂസ് ചെയ്തു. കാരണം നമുക്ക് ഇൻഷുറൻസ് ഇല്ല, സേഫ്റ്റി ഇല്ല, മരണം ഉണ്ടാവുമോ ഉണ്ടാവില്ലയോ ഒന്നും അറിയത്തില്ല, ഡു ആർ ഡൈ. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ 2 പേരും ഓക്കെ പറഞ്ഞപ്പം ചന്ദ്രശേഖർ മാരീഡ് ആയിരുന്നുകൊണ്ട് കുട്ടിയും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ റിഫ്യൂസ് ചെയ്ത്
ചന്ദ്രശേഖർ പോകണ്ട, ഞാൻ മാത്രം പോയാൽ മതിയെന്ന്. അപ്പോൾ ചന്ദ്രശേഖർ അത് ഞാനാണ് സീനിയർ, ഞാൻ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ തർക്കമുണ്ടായി. പിന്നെ ചന്ദ്രശേഖർ തന്നെ ഫസ്റ്റ് ഡേ പോയി. ഗോൾഡൻ ടെമ്പിളിൻ്റെ ഒരു ജോഗ്രഫി എന്താണെങ്കിൽ നടുക്കാണ് അതിന് മെയിൻ മന്ദിരമുള്ളത്. ചുറ്റിയിരിക്കുന്ന അക്കാൽ തക് ശ്രീ ഗുരുദ്വാര കമ്മിറ്റി മെമ്പേഴ്സ് അവരുടെ താമസിക്കുന്ന ഓഫീസ്, പിന്നെ ലെഫ്റ്റ് സൈഡിൽ ആളുകൾ വന്ന് ഗസ്റ്റ് വന്ന് താമസിക്കുന്നത്, പിന്നെ അവിടെ ലങ്കഡ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഫുഡൊക്കെ കൊടുക്കുന്ന ഒരു ഏരിയ. ഇതിൻ്റെ നടുക്കാണ് ഈ അമ്പലം, ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്ന പർട്ടിക്കുലർ അമ്പലമുണ്ട്. പക്ഷേ എല്ലാ 270 ഡിഗ്രിയിലിരുന്നും അറ്റാക്ക് വന്നപ്പോൾ ആർമി പോയവരൊക്കെ ആദ്യം ഒരു 100 ആർമി മെമ്പർ മരണപ്പെട്ട് ഇഞ്ചേർഡായി പല കാര്യങ്ങൾ നടന്നു. അപ്പോൾ ഇവർ തിരിച്ചു വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ഉള്ളിൽ സ്ട്രക്കായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയത്തിലാണ് ചന്ദ്രശേഖർ ക്ലിയർ ചെയ്തിട്ട് അകത്ത് വിട്ടതും. പിന്നെ പുള്ളിയാണ് ഐഡൻറ്റിഫൈ ചെയ്തത് ഭിൻഡർവാല മരണപ്പെട്ടെന്നുള്ളത്. അതിൻ്റെ കാരണം എന്താണെങ്കിൽ ചന്ദ്രശേഖർ ഭിൻഡർവാലയുടെ ഇൻ്റർവ്യൂ ഒരു 2 മാസം മുമ്പ് എടുത്തിരുന്നു. ആ സമയത്തിൽ കയ്യിലിട്ട് ഒരു കട ഊരി പുള്ളിക്ക് ഒരു ഭയങ്കര ഹാപ്പി ആകുമ്പോൾ ഭിൻഡർവാല കട എടുത്ത് കയ്യിൽ പ്രസൻറ്റ് ചെയ്യും. പുള്ളി ഇട്ടിരിക്കുന്നത് എടുത്തിട്ട് പുള്ളിയുടെ ഒരു ഡിസൈൻ ഡിഫറെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ചന്ദ്രശേഖർ ഇട്ടിരുന്ന കടാവും ഭിൻഡർവാല ഇട്ടിരുന്ന കട എന്ന് പറയുന്നത് ഇവിടെ ഒരു വളയം, അപ്പം വള പോലെ ഒരു സംഭവമാണ്. അപ്പം അതും സിമിലാരിറ്റി വന്നപ്പം ആർമിക്ക് പുള്ളി തന്നെ ഈ ക്യാമറ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്തു. ചന്ദ്രശേഖർ അത് ഫിനിഷ് ചെയ്തിട്ട് തിരിച്ച് വന്ന ശേഷമാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുമ്പോൾ ആദംപൂർ എയർപോർട്ടിൽ പോയി നിൽക്കുകയാണ്. ആദംപൂർ എയർപോർട്ടിൽ എന്നെ ഒരുപാട് സൈൻ ചെയ്യാൻ പറഞ്ഞു കോൺട്രാക്റ്റ്. അതിൽ എന്താണെങ്കിൽ എൻ്റെ റിസ്കിലാണ് ഇത് ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും ഡിക്ലെയർ ചെയ്യണമായിരുന്നു. അത് ഞാൻ സൈൻ ചെയ്ത് കൊടുത്തതാണ് പോകുന്നത്. ആർമി എന്നെ കമ്പൽ ചെയ്തിട്ടില്ല, എൻ്റെ ഓൺ റിസ്കിൽ ഞാൻ എന്ന് പറഞ്ഞിട്ട് അത് ഡിക്ലെയർ ചെയ്തിട്ട് ഞങ്ങൾ ഹെലികോപ്റ്ററിൽ പോയി ഗോൾഡൻ ടെമ്പിൾ അടുത്ത് പോകുമ്പോൾ ഞാൻ പൈലറ്റ് ചോദിച്ചു, എനിക്ക് മേളിലെ ഏരിയൽ വ്യൂ ഒന്ന് എടുക്കാൻ പറ്റുമോ. അപ്പം പൈലറ്റ് ശരിയെന്ന് പറഞ്ഞിട്ട് അതിലൊരു ഫ്ലൈ ചെയ്യാനോട് കുറച്ച് ലോ ഫ്ലൈയിങ്ങിൽ വന്നിട്ട് ക്യാമറ ഞാൻ എന്ത് ചെയ്യുക, അതിലൊരു ഗ്ലാസ് ഉണ്ടായിരുന്നു, അത് ഓപ്പൺ ചെയ്തിട്ട് ക്യാമറ വെളിയിൽ ഇട്ടിട്ട് ക്യാമറ വെച്ചിട്ട് ഞാൻ ഫ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫിലിം എടുത്തില്ല, ഞാൻ വീഡിയോ ആണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നിന്ന് റോക്കറ്റ് ലോഞ്ചർ പോലെ കുറേ സാധനങ്ങൾ മേളിൽ ഹെലികോപ്റ്റർ നോക്കി വരാൻ തുടങ്ങി. അപ്പം പൈലറ്റ് പറഞ്ഞ് എന്തോ ഒരു വാർണിംഗ് തന്നിട്ട് പെട്ടെന്ന് ഹെലികോപ്റ്റർ മറ്റേ സൈഡിലേക്ക് തിരിച്ചപ്പോൾ ഞാൻ ക്യാമറ അടക്കം ഹെലികോപ്റ്ററിൻ്റെ ഉള്ളിൽ തന്നെ വീണ് അവിടെ എൻ്റെ തല പോയി താഴെ ചെയറിൽ പോയി ഇടിച്ചു. ഞാൻ അവിടെ തന്നെ കിടക്കുമായിരുന്നു. പിന്നെ എന്നെ ലാൻഡ് ചെയ്ത ശേഷമാണ് അവർ പൊക്കിയെടുത്തിട്ട് ക്യാമറ ഒക്കെ കയ്യിൽ തിരിച്ചു തന്നു. സോ ഒരു പാനിക് സിറ്റുവേഷൻ തുടക്കത്തിലേ ഉണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ പേടിച്ചില്ല, ഞാൻ ധൈര്യം തന്നെ ആയിരുന്നു. കാരണം ആ വീണ ഒരു ഷോക്ക് മാത്രമേ ഉണ്ടാവും, ഒരു 10 minutes 15 minutes ഒരു ഷോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ അവർ പറഞ്ഞു ദേ സ്റ്റാർട്ടഡ് ഫയറിങ് അഗെയിൻസ്റ്റ് ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് താഴെ പോയി ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ഗോൾഡൻ ടെമ്പിൾ മുമ്പിൽ വന്നിട്ട് വെയിറ്റ് ചെയ്യാണ്. ഗോൾഡൻ ടെമ്പിൾ മുമ്പിൽ വന്നിട്ട് മണിക്കൂർ കണക്കിൽ ഒരു 4 hours വെയിറ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു സൈലൻസ് ആയിരുന്നു, മൊത്തം ഗോൾഡൻ ടെമ്പിൾ സൈലൻസ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ പോകാമെന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്ത് ഞങ്ങൾ അകത്തേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് 4 പേര് ടെററിസ്റ്റ് ഉള്ളിലിരുന്ന് ബോലിയോ സസരിയക്കാൽ എന്ന് പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്തിട്ട് ഫയറും ചെയ്തിട്ട് ഓടി വരുന്നു. അത് കണ്ടപ്പോൾ നമ്മുടെ ആർമിയിലിരുന്ന് എല്ലാവരും ആരൊക്കെ തോക്ക് വെച്ചിരുന്നു അവരെല്ലാവരും അവിടെ വെടിവെക്കാൻ തുടങ്ങി. ഞങ്ങൾ തിരിച്ചുപോടി ഒരു ജീപ്പ് കിട്ടിയായിരുന്നു ഹൈഡിങ്. ആ ജീപ്പിൻ്റെ ബാക്കിൽ പോയി ഞാനും എൻ്റെ അസിസ്റ്റൻറ്റും ഹൈഡ് ചെയ്ത് അവിടെ ഇരുന്നു. ആ സമയം എന്താ സംഭവിച്ചെന്ന് നമുക്ക് മനസ്സിലായില്ല, ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല. കാരണം എന്നെ പുഷ് ചെയ്ത് ബാക്കിൽ വിട്ടപ്പോൾ ഒരു ജീപ്പിൻ്റെ ബാക്കിലെ മറവിലായിരുന്നു. സോ എനിക്ക് തിരിച്ച് വരാനും പറ്റിയില്ല. കാരണം കംപ്ലീറ്റ് ആർമി അവിടെ എന്താ പറയുക, ഒരു 10 പേര് വന്നിട്ട് ആർമി ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണ് കയ്യിൽ ഗണ്ണ് വെച്ചിട്ട്. പിന്നെയാണ് അറിയുന്നത് അവർ 4 പേരും ഓടി വന്ന 4 പേരും മരണപ്പെട്ടെന്ന്. അപ്പോൾ ഞങ്ങൾ അടുത്ത് ക്യാമറ എടുത്തിട്ട് വളരെ ക്ലോസ് ആയിട്ട് പോയി അവരുടെ ഫിഗറൊക്കെ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. ഷൂട്ട് ചെയ്തപ്പം ഓരോരോ ഐറ്റങ്ങളും വെളിയിൽ നിന്ന് അവരുടെ ബാഗിലിരുന്ന് എടുക്കുമ്പോഴാണ് ഖാലിസ്ഥാൻ പാസ്പോർട്ട്, പിന്നെ പാകിസ്ഥാൻ പാസ്പോർട്ട് എന്ന് പറഞ്ഞ് ആ പാസ്പോർട്ടിൻ്റെ ക്ലോസപ്സ് ഒക്കെ എടുക്കാൻ പറഞ്ഞ് അതെല്ലാം എടുത്ത്. ഇത് എന്ത് ഷൂട്ട് ചെയ്താലും ആ കാസറ്റ് അല്ലെ ഫിലിം
ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ ആർമിക്ക് ഹാൻഡ് ഓവർ ചെയ്യണമായിരുന്നു. എനിക്ക് തിരിച്ച് അത് റീവൈൻഡ് ചെയ്ത് പോലും കാണാൻ പറ്റില്ല. വി ആർ നോട്ട് അലൗഡ് ടു സീ ഇറ്റ് ഓൾസോ. അപ്പോൾ ഈ ഒരു ഡൗട്ട് എന്താണെങ്കിൽ റെക്കോർഡ് ആവുന്നോ പ്രോപ്പർ ഇമേജ് കിട്ടുന്നോ പോലും എനിക്കറിയത്തില്ല. ബട്ട് ഇതെല്ലാം അവർക്ക് ഉടനെ തന്നെ ഹാൻഡ് ഓവർ ചെയ്യണം. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു സിഗ്നൽ കിട്ടിയ ശേഷമാണ് ഗോൾഡൻ ടെമ്പിൾ അകത്തേക്ക് എൻട്രി പെർമിഷൻ കിട്ടി. അകത്ത് പോയ ശേഷം ഒരു 1 ഡേ ഉള്ളിൽ തന്നെ ഇരുന്നു. ഫസ്റ്റ് ഒരു 3-4 hours ഭയങ്കര സൈലൻസ് ആയിരുന്നു. അപ്പോൾ ആർമിക്ക് ഒരു ഡൗട്ട് അകത്ത് ആളുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. കാരണം ഇതിൻ്റെ എന്താ പറയുക, ഗോൾഡൻ ടെമ്പിൾ ഒരു ജോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ 270 ഡിഗ്രിയിൽ നിന്ന് അവർ ഫയറിംഗ് ആണ്. നമ്മൾ ആർമിക്ക് ഒരേ ഒരു എൻട്രൻസ് മാത്രമേ ഉണ്ടായിരുന്നു. ആ എൻട്രൻസിൽ പോയി കഴിഞ്ഞാൽ എല്ലാ സൈഡിൽ നിന്നും ഫയർ ചെയ്യും. അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്കൊരു പില്ലർ കിട്ടിയായിരുന്നു ഹൈഡിങ്. ആ പില്ലറിൻ്റെ ബാക്കിലിരുന്നാണ് ഷൂട്ട് ചെയ്തത്. ഇങ്ങനെ സൈലൻസ് ആയിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മഴ പോലെ ബുള്ളറ്റുകൾ പറക്കാൻ തുടങ്ങി. അത് ക്യാമറയിൽ കിട്ടി കംപ്ലീറ്റ് ഞാൻ ഷൂട്ട് ചെയ്ത്. കാരണം എനിക്ക് അത് എവിടെ നിന്ന് വരുന്നതെന്ന് ഫസ്റ്റ് മനസ്സിലായില്ല. പക്ഷേ ബുള്ളറ്റ് ഇങ്ങനെ തറയിൽ പറന്ന് പോകുന്ന സൗണ്ട് കേൾക്കുന്നു. ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ക്യാമറ എടുത്ത് കുറച്ച് ലെൻസ് മാത്രം ഫ്രണ്ടിൽ നീട്ടി പിടിച്ച് അപ്പം മനസ്സിലായി അത് ആ റൈറ്റ് സൈഡ് ഓഫ് ദ ഒരു ബിൽഡിങ്ങിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഒരു 5-10 minutes കഴിഞ്ഞിട്ട് ആർമി ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി, ലെഫ്റ്റ് സൈഡിൽ നിന്ന്. അതും ക്യാപ്ചർ ചെയ്ത്. അപ്പോൾ ഞാൻ ഈ പില്ലർ ഹൈഡ് ചെയ്ത് അടുത്ത പില്ലറിൽ വന്ന് ഹൈഡ് ചെയ്തു. അടുത്ത പില്ലറിൽ നിന്ന് ആർമി ഷൂട്ട് ചെയ്തെടുത്ത്. പിന്നെ വീണ്ടും സൈലൻസാണ്. ഈ സൈലൻസാണ് നമുക്ക് ഒരുപാട് പേടി ഉണ്ടാക്കുന്നത്. ഈ സൗണ്ട് കേൾക്കുമ്പോൾ വിഷ്വലും കിട്ടുന്നു, സൗണ്ടും കിട്ടുന്നു, ഒരു സിനിമ കാണുന്ന പോലെ തോന്നി. പക്ഷേ സൈലൻസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇവിടെ ഇരുന്ന് അവിടെ ഇരുന്നോ അല്ലെ നമ്മുടെ ഫേസിൽ നിന്ന്. പക്ഷെ മൊത്തത്തിൽ മഴ മാറി പെയ്തുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് കുറച്ച് കിട്ടി. അത് കഴിഞ്ഞിട്ട് ആർമി അന്ന് രാത്രി 8 മണിയാകുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇനി പോയേക്കാം, കുറച്ച് സമയം ഒന്നും ഉണ്ടാവില്ല എന്ന്. കാരണം ടോട്ടലി സൈലൻസായി. അങ്ങനെ ഞാൻ തിരിച്ചു പോകുന്നു, അടുത്ത ദിവസം പോകുന്നു, ഇതേപോലെ ഉണ്ടാവുന്നു. ഇത് റിപ്പീറ്റഡ് സംഭവങ്ങളായിട്ട് അടുത്ത പൊസിഷൻ ഞാൻ പോയി. അവിടെ പോയിട്ട് ഇരിക്കുമ്പോൾ ടെൻഷനുണ്ട്. നമ്മൾ മരണപ്പെടും എന്നുള്ളത് തീരുമാനിച്ചിട്ട് പോയത് കൊണ്ടാണ് എനിക്ക് പേടിയില്ലായിരുന്നു. എൻ്റെ കൂടെ വന്ന അസിസ്റ്റൻറ്റ് മാത്രം ഇടയ്ക്കിടയ്ക്ക് സാർ എനിക്ക് വീട്ടിലേക്ക് പോകണം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അവനെ സമാധാനപ്പെടുത്തി. ഒന്നുമില്ല, നമ്മൾ കൺട്രിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, ടെററിസ്റ്റാണ്, അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജോലി ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞ് അവനെ സമാധാനപ്പെടുത്തി. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് കൊണ്ടുപോയപ്പോഴാണ് അവിടെ കണ്ടപ്പോഴാണ് കുറേ ആർമി പീപ്പിൾ ആർ ഇഞ്ചേർഡ്. അവർ ഭക്ഷണം കഴിക്കുന്ന കയ്യിലെ ചപ്പാത്തി വെച്ചിരിക്കും, ദാൽ അതിൽ കൊണ്ടുവിടും. അങ്ങനെ തന്നെ ഞങ്ങളും കഴിച്ചു. കാരണം പ്ലേറ്റും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അവിടെ ചപ്പാത്തി ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ചപ്പാത്തി കിട്ടുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണം കിട്ടി. പിന്നെ വൈകിട്ട് വന്നപ്പോഴാണ് വീണ്ടും ഫയറിങ് തുടങ്ങിയപ്പോൾ എനിക്ക് ഉള്ളിൽ പോകാൻ പറ്റില്ല. കാരണം ആൾറെഡി ഫയറിങ് തുടങ്ങിപ്പോയി. പിന്നെ ഞങ്ങൾ വെളിയിൽ തന്നെ വെയിറ്റ് ചെയ്തു. രാത്രി അകത്ത് വിട്ടില്ല, പക്ഷേ ശബ്ദം മാത്രം കേട്ടുകൊണ്ടിരുന്നു. അടുത്ത ദിവസമാണ് നമ്മുടെ ഗ്യാനി ജെയിൽ സിംഗ് ഇത് സൈലൻസായി. അവരെ എല്ലാവരും മിഡ് നൈറ്റിൽ തന്നെ എല്ലാവരെയും ക്യാപ്ചർ ചെയ്തു. അത് ആർമി അകത്ത് കയറിയോ എങ്ങനെയാണെന്ന് അറിയില്ല. അത് സീക്രട്ട് ഓപ്പറേഷനായിരുന്നു. അവർ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് കുറേ അണ്ടർഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അതിലിരുന്ന് എല്ലാத்தைയും ക്യാപ്ചർ ചെയ്ത് ലോറിയിൽ കയറ്റിക്കൊണ്ടിരുന്നു. ആ വിഷ്വൽസൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് അടുത്ത ദിവസം മോർണിംഗിൽ കുറേ പേര് വൂണ്ടഡ് പീപ്പിളാർ വന്നുകൊണ്ടിരിക്കുന്നു. കുറേ പേര് ടെററിസ്റ്റ് വൂണ്ടഡാണ്. കുറേ ലേഡീസ് ഉണ്ടായിരുന്നു. അവർ അറസ്റ്റ് ചെയ്ത് അവിടെ അകത്ത് ഇട്ടിരുന്ന, അവരെ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ ഒരു 10-100 ലേഡീസ് ഉണ്ടായിരുന്നു. എനിക്ക് ക്യാമറയിൽ ഒരു 10-20 പേരെ കിട്ടിയിട്ടുള്ളൂ. വേറൊരു സൈഡ് ഉണ്ടായിരുന്നു. അതിൽ ആർമി റിസ്കവറി അവരെ എസ്കേപ്പ് ചെയ്യിച്ചു എന്ന് പറയുന്നു. എൻ്റെ വിഷ്വലിൽ വന്ന് ഒരു 20 ലേഡീസ് മാത്രമേ ഉണ്ടായിരുന്നു. അവരെല്ലാവരും എവിടെയോ നിന്ന് അബ്ഡക്റ്റ് ചെയ്ത് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അവർ ഷീൽഡായിട്ട് ഉപയോഗിച്ചതെന്നാണ് പിന്നെ അറിയപ്പെടുന്നത്. അതിൽ ഡെഡ് ബോഡിയൊക്കെ ആൾമോസ്റ്റ് അതിന് മുമ്പ് തന്നെ മിഡ് നൈറ്റിന് നടന്നതെന്ന് തോന്നുന്നു. എല്ലാ ക്ലിയറൻസും മിഡ് നൈറ്റ് ഞങ്ങൾ എല്ലാ സമയം തന്നെ അത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഒരു ടെമ്പററി ക്യാമ്പ് ഉണ്ടായിരുന്നു
ടെമ്പററി ഒരു സ്കൂളിൻ്റെ അടുത്ത് ഒരു ടെമ്പററി ക്യാമ്പ് ഉണ്ടായിരുന്നു. അവിടെ തന്നെ ഞങ്ങളെല്ലാവരും സ്റ്റേ ചെയ്ത് ഈ ബാക്കിയുള്ള 6-7 ദിവസങ്ങളും. അപ്പോൾ അവിടെ ഒന്നുമില്ല, പായ ഉണ്ടാവും കിടക്കാൻ, പിന്നെ നമ്മൾ ബാത്റൂം, കോമൺ ബാത്റൂം ഉണ്ടാവും. അതിലെല്ലാവരും സമയം കിട്ടുമ്പോൾ കുളിക്കും, തിരിച്ചു വരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെല്ലാവരും വീണ്ടും ഗോൾഡൻ ടെമ്പിൾ പോകാൻ പറഞ്ഞ് രാവിലെ ഒരു 8 മണിക്ക് ടെമ്പിളിൽ അടുത്ത് വന്നു. പക്ഷേ എല്ലാം കംപ്ലീറ്റ് സൈലൻസ് ആയിരുന്നുകൊണ്ട് എല്ലാവരെയും പിടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് ആക്ച്വലി. പിന്നെ എന്നെ അലൗ ചെയ്ത് 9 o'clock അലൗ ചെയ്ത് അകത്തേക്ക് പോയപ്പം ഈ മൊത്തം പരിക്രമ എന്ന് പറയുന്ന ഒരു സ്ഥലങ്ങൾ, കോറിഡോർസ് എല്ലാം ക്ലീൻ ആയിരുന്നു. അവിടെ ഉള്ള ബ്ലഡ് സ്റ്റെയിൻ ഒന്നും ഉണ്ടായില്ല. അപ്പോഴാണ് ഒരു ആൾ വന്ന് പറയുന്നത് നമ്മുടെ പ്രസിഡൻറ്റ് വരുന്ന് ആ വിസിറ്റ് എടുക്കണമെന്ന്. ഗ്യാനി ജെയിൽ സിംഗ് പ്രസിഡൻറ്റ് വിസിറ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ ക്യാമറ ഒക്കെ റെഡിയാക്കി ഫ്രണ്ടിൽ വന്ന് നിന്നു പ്രസിഡൻറ്റ് വറവ് എടുക്കാൻ വേണ്ടി. അങ്ങനെ കാറിൽ നിന്ന് വരുമ്പോൾ ഉള്ള വറവെടുത്തു. പിന്നെ ഗോൾഡൻ ടെമ്പിൾ ഉള്ളിൽ വരുമ്പോൾ ഒരു ഓഫീസർ മാത്രം ഒന്ന് പറഞ്ഞ് ഈ പ്രസിഡൻറ്റ് ഇവിടെ തന്നെ സർവീസ് ചെയ്തിട്ടുണ്ട്, പ്രീച്ചിങ് ഒക്കെ ചെയ്തിട്ടുള്ള സ്ഥലമാണ്, കുറച്ച് സെൻറ്റിമെൻ്റൽ ഉണ്ടാവും. സോ പുള്ളി കയറാൻ കുറച്ച് ചിലപ്പം എന്തെങ്കിലും പ്രാർത്ഥനകളുണ്ടാവും, അത് അഴകപ്പൻ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നമുക്ക് നിർദ്ദേശം തരുന്നത് എല്ലാം അവിടത്തുള്ള മേജർ സുദർശൻ സിംഗ് എന്നൊരു മേജറായിരുന്നു എന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ തൊട്ടടുത്ത് വന്നു. പ്രസിഡൻറ്റ് വരുന്ന ഇടത്തിൽ വന്നപ്പം പുള്ളിയുടെ കാല് ഇടർന്ന് കണ്ടു. അപ്പോൾ ഷൂ ഒക്കെ അവിടെ അയച്ചിട്ടു. അത് ആ ഷോട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ലോങ്ങിൽ ഒരു ഷോട്ട് എടുത്തപ്പം എല്ലാവരും ചപ്പൽ അവിടെ അയച്ചിടുന്ന ഷോട്ട് കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗോൾഡൻ ടെമ്പിൾ ഉള്ളിൽ വന്നിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ പ്രസിഡൻറ്റ് വരുമ്പോൾ പുള്ളിയുടെ കാല് ഇങ്ങനെ ഷിവറിങ് ആവുന്നത് ഞാൻ കണ്ടപ്പം ഞാൻ ഉടനെ അത് സൂം ചെയ്തിട്ട് ക്ലോസപ്പ്, കാലിൻ്റെ ക്ലോസപ്പ് വെച്ച്. അപ്പം ഭയങ്കര ഒരു പുള്ളി സെൻറ്റിമെൻ്റലും ഒരു ഹെസിറ്റേഷനും ഉണ്ടായിരുന്നു അകത്ത് കയറുമ്പോൾ. അപ്പോൾ കാലിൻ്റെ ക്ലോസപ്പ് വെച്ചപ്പോൾ അതിന് സൺലൈറ്റിൻ്റെ ഏർലി മോർണിംഗ് സൺലൈറ്റിൻ്റെ ഒരു ഗ്ലെയർ ഉണ്ടായിരുന്നു. കുറച്ച് കഴുകിയ വെള്ളം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലോസപ്പിൽ എടുത്തിട്ട് പിന്നീട് നമ്മളത് ഡെഫിനറ്റാக അത് യൂസ് ആവും, അത് ഒരു സെൻറ്റിമെൻ്റൽ യൂസ് ആവുന്ന പർപ്പസിന് വേണ്ടിയാണ് ഞാൻ ആ ഷോട്ട് എടുത്തത്. പക്ഷേ ആ ഷോട്ട് എടുത്തിട്ട് പിന്നെ ഞാൻ വൈറ്റ് ഷോട്ട് എടുത്തു. ജയിൽ സിംഗ് വന്നിട്ട് തൊഴുത് നിൽക്കുന്ന ഷോട്ടുകൾ കിട്ടി. കൈകൂപ്പി തൊഴുതിനിട്ട് കരയായിരുന്നു ആക്ച്വലി. പ്രാക്ടിക്കലി യു വാസ് വീപ്പിങ്. ആ ഗോൾഡൻ ടെമ്പിളിൻ്റെ അറ്റ്മോസ്ഫിയർ കണ്ട്. കാരണം ആ കാലത്തൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും ബുള്ളറ്റ് ബുള്ളറ്റ് അതിൻ്റെ മാർക്സ് ഉണ്ട്. ആൻഡ് മൊത്തത്തിലെ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര സൈലൻസ് ആയിരുന്നു. എപ്പോഴും ഗോൾഡൻ ടെമ്പിൾ കളർഫുള്ളായിരിക്കുന്ന ഗോൾഡൻ ടെമ്പിൾ ഒരു ഡെസർട്ട് ലുക്കിംഗ് ഉള്ളത് കൊണ്ട് പുള്ളിക്ക് ഭയങ്കര അപ്സെറ്റായി കാണും. അപ്പോൾ അദ്ദേഹം അകത്ത് വരുമ്പോൾ പുള്ളിയുടെ ഒരു കണ്ണിൻ്റെ ക്ലോസപ്പ്, മുഖത്തിൻ്റെ ക്ലോസപ്പ്, നടക്കുന്ന കാലിൻ്റെ ചലനങ്ങൾ, ഇതെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ഇത് ഷൂട്ട് ചെയ്ത് നമ്മൾ ഗോൾഡൻ ടെമ്പിൾ അകത്തേക്ക് പോയി. പുള്ളി ഈ പ്രേഡ് ആൻഡ് ഈ സ്റ്റാർട്ടഡ് ആൾമോസ്റ്റ് വെപ്റ്റ് എന്ന് പറയാം. അങ്ങനെ ഒന്നും മിണ്ടുന്നില്ല, ആരായിട്ടും മിണ്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഗ്ലാസ് പീസ് എവിടെയൊന്നും ഒരു ഗ്ലാസ് പീസ് മേളിലിരുന്ന് പൊട്ടി വീണപ്പോൾ എൻ്റെ കയ്യിലും അത് കട്ടായിപ്പോയി. അങ്ങനെ എൻ്റെ ഇത് ബ്ലീഡിങ് ആയിക്കൊണ്ടിരിക്കും. ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ ഷൂട്ടിങ് മാത്രമേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ആർമി ഓഫീസർ വന്നിട്ട് യുവർ ബ്ലീഡിങ്, യുവർ ഹാൻഡ് ഈസ് ബ്ലീഡിങ് എന്ന്. ഞാൻ 2 കൈയും ഇങ്ങനെ വയർ സാറെന്ന് പറഞ്ഞാൽ ഇവിടെ ബ്ലഡ് പോയിക്കൊണ്ടിരുന്നു. എന്നിട്ട് ജയിൽ സിംഗ് സാർ അത് നോക്കി 1 മിനിറ്റ് നോക്കിയിട്ട് അവിടെ സൈലൻ്റ് തന്നെ നിന്ന്. അപ്പോൾ എനിക്ക് ഒരാൾ ഒരു ബാൻഡേജൊക്കെ എടുത്ത് വെച്ച് കെട്ടിയിട്ട് പിന്നെ വീണ്ടും ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഇത് എന്താണെങ്കിൽ ഇത് പിന്നെ ടെലികാസ്റ്റ് ചെയ്തപ്പം ഇത് ആർമിയുടെയാണ് നമ്മളെല്ലാം ഹാൻഡ് ചെയ്യുന്നത്. ഇവർ ആർമി തന്നെ എഡിറ്റിംഗ് റൂമിൽ പോകും, അവർ കൂടെ ഇരുന്ന് എഡിറ്റ് ചെയ്യും. എഡിറ്റ് ആ കാസറ്റ്സൊക്കെ അവർ തന്നെ കൊണ്ടുപോകും. അങ്ങനെ വൈകിട്ട് ടെലികാസ്റ്റ് ചെയ്തപ്പം ഈ ക്ലോസപ്പ് ഷോട്ട് ഞാനൊരു സെൻറ്റിമെൻ്റലായി എടുത്ത ഷോട്ട് അത് ഭയങ്കര കോൺട്രവേഴ്ഷ്യലായി. എന്താണെങ്കിൽ അതിലൊരു ഗ്ലെയർ ഉണ്ടായിരുന്നു, വാട്ടർ ഗ്ലെയർ എല്ലാം ചേർന്നെടുത്തപ്പോൾ അത് വൈറ്റ് സോക്സ് ഒന്ന് വൈറ്റ് ഷൂ പോലെ തോന്നിയതാണ്. അപ്പം ഭയങ്കര അടുത്ത ദിവസം പഞ്ചാബിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. ഈ പ്രീസ്റ്ററായിരുന്ന ഒരു ഗണി ജെയിൽ സിംഗ്, അവിടെ പ്രീച്ച് ചെയ്തുകൊണ്ടിരുന്ന ഗണി ജെയിൽ സിംഗ് പ്രസിഡൻ്റ് ആയ ശേഷം ഷൂ ഇട്ടിട്ടാണ് അകത്ത് കയറിയതെന്ന്.
അപ്പോൾ ഇത് കോൺട്രവേഴ്ഷ്യലായി, പത്രങ്ങളിലൊക്കെ ചെറിയ ചെറിയ ന്യൂസുകൾ വന്നു. പക്ഷെ ആരും ഓപ്പണായിട്ട് പറഞ്ഞില്ലെങ്കിലും ഈ സിഖ് ഓർഗനൈസേഷൻ, പിന്നെ SGPC എന്ന് പറയുന്ന ശ്രീ ഗുരുദ്വാര കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും ഭയങ്കര എഗെയിൻസ്റ്റായിട്ട് സംസാരിക്കാൻ തുടങ്ങി പ്രസിഡൻറ്റ് എതിരായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഇല്ലെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റാണ് ഡയറക്ടർക്ക് ഒരേ കൺഫ്യൂഷനായപ്പം എന്നെ വിളിച്ചു. നിങ്ങളിൽ ആ ഷോട്ട് എടുത്ത് ഷൂ ഇട്ടിരുന്നു. ഞാനില്ല സാറെന്ന് പറഞ്ഞിട്ട് ആ ടേപ്പ് ഒന്ന് ആർമിയിട്ട് ചോദിക്കാൻ പറയുക. അതിൽ ഒരു ഷോട്ടുണ്ട്, ഷൂ അയച്ചിടുന്ന ഷോട്ടുണ്ടെന്ന്. അങ്ങനെ ആ ആർമി എടുത്ത് ഇൻഫോം ചെയ്തപ്പം ആ കാസറ്റ് കൊണ്ടുവന്നു, ആർമിയിലെ ആ മേജർ തന്നെ കൊണ്ടുവന്നു. എന്നിട്ട് എഡിറ്റിങ്ങിൽ വെച്ച് പ്ലേ ചെയ്തപ്പം ആ ഷോട്ട് കിട്ടിയായിരുന്നു, ഷൂ അയച്ചിടുന്ന ഷോട്ട്. എല്ലാവരും അയച്ചിടുന്ന ഷോട്ടിൽ ഗണിജൽ സിംഗ് അയച്ചിടുന്നു. അത് ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. ആ ഷോട്ട് ആക്ച്വലി ഷൂട്ടിങ്ങിന് ആവശ്യമില്ല, ഞാൻ വെറുതെ എടുത്തതാണ്. പക്ഷെ ആ ഷോട്ടാണ് പിന്നീട് ഞാൻ എന്നെ പീസ് ടു ക്യാമറ പറയാൻ പറഞ്ഞു, ഇത് ഞാൻ എടുത്ത ഷോട്ടാണ്, ഇത് അതിനു മുമ്പ് ഷൂ അയച്ചിടുന്ന ഈ ലൊക്കേഷനിൽ വെച്ചാണ്. അത് അകത്ത് വന്ന ശേഷമാണ് ഇത് ഗ്ലെയറാണ് അടിച്ചത്, വൈറ്റ് സോക്സ് ആണ് എന്ന് പറഞ്ഞ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലാണ് പിന്നെ അത് കോൺട്രവേഴ്ഷ്യൽ തീർന്നത്. അങ്ങനെ ഒരു പ്രത്യേക ഒരു ഡിഫറെൻറ്റ് അനുഭവമായിരുന്നു എനിക്ക് ലൈഫിൽ. ഈ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 10-12 ദിവസമായി. ഈ സമയം മൊത്തം സൈലൻസായിപ്പോയി പഞ്ചാബ്. കളർഫുള്ളായിരുന്ന പഞ്ചാബ് ശബ്ദമില്ലാതെ ഒരു സൈലൻ്റായിപ്പോയി. എല്ലാം ഭയങ്കര ദുഃഖമായിരിക്കുമാണ്. TV ആ ബോർഡറിൽ ഉള്ളവർ ഇൻഫോം ചെയ്തു, ഒരു ഫേക്ക് ന്യൂസ് വരുന്നുണ്ട്. ഇന്ത്യൻ ഗവൺമെൻറ് അറിയിച്ചു, ഇന്ത്യൻ ആർമി അവരൊക്കെ അറിഞ്ഞു. അതായത് ഭിണ്ട്രൻവാല ജീവിച്ചിരിപ്പുണ്ട്, പാകിസ്ഥാൻ എസ്കേപ്പ് ചെയ്തു. സോ പാകിസ്ഥാനിലെ ഒരു ഗുരുദ്വാരയുടെ മേളിൽ നടക്കുന്ന ഷോട്ടുകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫേക്കാണ്, ഇത് ഫാൾസ് ന്യൂസാണ്, ഒന്നും ഇന്നുപോലെ ഫാക്റ്റ് ആൻഡ് ഫാൾസ് എന്ന് പറഞ്ഞ് അടിച്ചു നോക്കാനുള്ള പ്രൊവിഷനില്ല. പല സിസ്റ്റമും വളരെ കുറവായിരുന്നുകൊണ്ട് ദൂരദർശൻ ക്യാമറമാനെ ഡ്യൂട്ടി ഇട്ട് ഇതേപോലെ രാത്രി ഞാൻ ഒരു അമൃത്സർ പോയിട്ട്, അമൃത്സറിലിരുന്ന് ബട്ടിൻഡ എന്നൊരു സ്ഥലമുണ്ട്, ബട്ടിൻഡയുടെ ബോർഡറിൽ പോയിട്ട് അതിൻ്റെ സ്പോട്ട് മറന്നുപോയി. ആ ബോർഡറിൽ ഞാൻ ക്യാമറ വെച്ചിട്ട് ഒരു ടെൻ്റ് അടിച്ച് തന്നു. ഒരു വലിയ ആൻറ്റന റേസ് ചെയ്തു, ഭയങ്കര ഹൈറ്റിൽ ആൻറ്റന ഫിറ്റ് ചെയ്തിട്ട് അത് ആർമി തന്നെ ഒന്ന് ചെയ്ത്, BSF ആർമി എല്ലാവരും കൂടി ചെയ്തിട്ട് റേസ് ചെയ്തിട്ട് അതിൽ നിന്ന് കേബിൾ വന്നിട്ട് ഒരു TV ഫിറ്റ് ചെയ്ത്. ഇത് എനിക്ക് ന്യൂസ് ക്യാപ്ചർ ചെയ്യണം. എന്താണെങ്കിൽ ഭിണ്ട്രൻവാല ജീവിച്ചിരിപ്പുണ്ടെന്ന് ഫേക്ക് ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്, അത് എന്താണ്, അത് വിഷ്വൽ കട്ട് ചെയ്തിട്ട് അത് ഏത് ഇതിന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ത്യൻ ഗവൺമെൻറ് ആവശ്യമുണ്ടായിരുന്നത്. അപ്പോൾ ഇത് പലരും ഗോസിപ്പ് പറയുന്നോ അല്ലെങ്കിൽ ഇതൊരു ചുമ്മാ പറയുന്നോ അല്ലെങ്കിൽ ഫേക്ക് ന്യൂസ് ഇന്ത്യൻ ഗവൺമെൻറ് കൺഫ്യൂഷൻ ആയതുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പോയി. അപ്പോൾ ഞാൻ രാത്രി ഫുള്ള് ആ നല്ല തണുപ്പ് ടൈമാണ്, ആ സമയത്തിൽ രാത്രി ഇതിൽ തന്നെ കിടന്നു അവിടെ. ഇനി ഡിസംബർ മാസം തന്നെ ഞങ്ങൾ അവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട് രാത്രി ഫുള്ളായി ഇരുന്നിട്ട് റെക്കോർഡ് ചെയ്ത് അവിടെ വരുന്ന ന്യൂസൊക്കെ പാകിസ്ഥാൻ ടെലിവിഷൻ കിട്ടി. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓൺ ചെയ്ത് വിടും, പിന്നെ ഓഫ് ചെയ്യും, പിന്നെ ന്യൂസ് വരുമ്പോൾ തിരിച്ച് ഓൺ ചെയ്യും. ഇങ്ങനെ നൈറ്റ് ഡ്യൂട്ടി ഫുള്ളാണ് ചെയ്ത് 3:30 വരെ നമ്മൾ വെയിറ്റ് ചെയ്ത്. മോർണിംഗ് 3:30 വരെ അന്ന് ഭിണ്ട്രൻവാല വരുന്ന ആ വിഷ്വൽസ് കാണിച്ചില്ല. ഇനി കാണിക്കത്തില്ല എന്നുള്ളത് ഉറപ്പായതുകൊണ്ട് ഞാൻ മടങ്ങി വന്നു. ഇങ്ങനെ പിന്നെ ആ വിഷ്വൽ എങ്ങനെയാണെങ്കിൽ അടുത്ത ടീം പോയപ്പോൾ അവർക്ക് ആ വിഷ്വൽ കിട്ടി, ഭിണ്ട്രൻവാല നടക്കുന്നത്. ആ വിഷ്വൽ വെച്ചിട്ട് ആർമി ക്യാമ്പിൽ അത് പ്ലേ ചെയ്തപ്പം അത് പണ്ട് ഇവിടെ ഇന്ത്യയിലെ ഏതോ നടന്ന ഒരു ഗുരുദ്വാര മേലെ നടന്നുകൊണ്ടിരിക്കുന്ന നല്ല സമയത്തിൽ ഭിണ്ട്രൻവാല നോർമലായിരുന്ന സമയത്തിലുള്ള വിഷ്വലാണ് ടെലികാസ്റ്റ് ചെയ്തത്. ഇങ്ങനെ ഫേക്ക് ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഗണ്ണും കൊണ്ടുവന്നിട്ട് ഇറങ്ങാൻ പറഞ്ഞു. എല്ലാം ഞങ്ങൾ കൈയും പൊക്കിയിട്ട് ഇറങ്ങാൻ പറഞ്ഞു. 2 പേരും കൈ ലിഫ്റ്റ് ചെയ്തിട്ട് ഇറങ്ങി. കുനിഞ്ഞ് നിൽക്കാൻ പറഞ്ഞു എല്ലാവരെയും. 4 പേരും കുനിഞ്ഞിട്ടുണ്ട്, ഡ്രൈവർ അടക്കം. അപ്പോൾ ക്യാമറ എൻ്റെ കയ്യിൽ മടിയിലിരുന്നുകൊണ്ട് അവിടെ ഇട്ടിട്ട് വരാൻ പറഞ്ഞു. ക്യാമറ ഇട്ടു. അവർ ലോക്ക് ചെയ്തിട്ട് അവർ കാറ് ചുറ്റി അവർ തന്നെ എന്താ പറയുക, രണ്ട് ആർമി ഡ്രസ്സിലുള്ളവർ അതിൻ്റെ പ്രൊട്ടക്ഷനിലാണ്. 2 പേരെ ഞങ്ങളെ കൊണ്ടുപോയി.